ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് പല രീതിയിലും നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്താ, നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നെക്കിൻ്റെ വീതിക്കും നീളത്തിനും അനുസരിച്ച് ഞാനിപ്പോൾ 2.5 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് ഇറക്കത്തിനുമാണ് ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. നോർമലായിട്ട് നമ്മൾ കർവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കണം. നമ്മുടെ സാധാരണ നമ്മൾ യു നെക്കും അല്ലെങ്കിൽ റൗണ്ട് നെക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് വരച്ച് ഒന്ന് കർവ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് 1 ഇഞ്ച് വീതിയിൽ കണ്ടല്ലോ, 1 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു വര വരച്ചെടുക്കണം. അപ്പം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളല്ലാണ്ട് നമ്മൾ അകത്തേക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്ക്വയറായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇത് 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതേപോലെ നമ്മൾ കർവ് ചെയ്ത് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ, അതായത് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് കുറച്ചൊന്ന് മീതേക്ക് ആക്കിയിട്ട് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വന്നിട്ട് നേരെ താഴത്തോട്ട് പോയി ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇതൊരു മോഡലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് മൊത്തത്തിലുള്ള ഇറക്കം നമ്മൾ എത്ര 6 ഇഞ്ചാണ് വേണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഇറക്കം നമ്മൾ 6 ഇഞ്ച് കണക്കാക്കിയിട്ട് തന്നെ എടുക്കണം. ഇവിടം വരെയുള്ള ഇറക്കം അല്ല. നമ്മൾ ഇപ്പം ഞാൻ വേറൊരു മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ആ മെത്തേഡിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ നമ്മുടെ ഇറക്കം കറക്റ്റ് എടുത്തിട്ട് പിന്നെ 1 ഇഞ്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇങ്ങനൊരു നെക്ക് നോർമലായിട്ട് നമുക്ക് തയ്ച്ചെടുക്കണമെന്നും ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ 4 ഇഞ്ച് എടുത്തിട്ട് അവത്തിന്ന് അല്ലെങ്കിൽ 5 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് 1 ഇഞ്ച് ഇറക്കുക, അങ്ങനെ നമ്മൾ ഒന്ന് കണക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലൊരു നെക്ക് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ നമ്മുടെ എന്താ പറയുക, നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേക്കും നെക്ക് മലന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കട്ട് ചെയ്യാണ്ട് അങ്ങനെ വെച്ചത്. അവസാനം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലൊരു നെക്ക് നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ തയ്ച്ചെടുക്കുന്ന ഒരു നെക്ക് ഇങ്ങനെ നമുക്ക് ഒരെണ്ണം തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ പറയുകയാണ്, ഈ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് നമ്മുടെ നെക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരു ക്ലോത്തിനകത്തോട്ട് നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് എടുക്കണം. എന്നിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു സാധനമാണ്. ഇത് നമ്മൾ എടുത്ത് വെച്ചോണം. ഇത് നമുക്ക് വേണ്ടതാണ്. അവത്തിന്ന് നമ്മൾ ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഇവത്തിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വേറൊരു ക്യാൻവാസ് പേപ്പറിനകത്തേക്ക് ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കണം. അത് വരച്ചെടുക്കണമെന്ന് പറയുന്നത്, എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ അടിവശവും ഈ ഒരു സൈഡിലും കുറച്ചും കൂടെ നീളം ഒന്ന് കൂട്ടിയെടുക്കുക. മനസ്സിലായല്ലോ? അത് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് നീളവും വീതിയും ഒന്ന് കൂട്ടിയെടുക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിലത്തെ പോർഷൻ കറക്റ്റായിട്ട് നമുക്കൊന്ന് വെട്ടി തന്നെ എടുക്കാം. അടിയിലേക്കുള്ള പോർഷനും സൈഡിലേക്കുള്ള പോർഷനുമാണ് നമുക്ക് കുറച്ച് നീട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതും നമുക്കൊരു തുണിയിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ കിട്ടും. അപ്പോൾ മുകളിലത്തെ പോർഷൻ നമ്മൾ നോർമലായിട്ട് പറയുന്ന പോലെ തന്നെ അയൺ ചെയ്യാനുള്ള ഇതിന് വേണ്ടി നമുക്ക് അത് മലന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സെക്യൂർ ചെയ്ത് വെക്കുന്നത്. അപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്ന കാര്യമുള്ളൂ. അതായത് നമ്മൾ അയൺ ചെയ്ത് നമ്മുടെ തുണിയിൽ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നെക്കിൻ്റെ മോഡലായിട്ട് വരുന്നത്. കണ്ടല്ലോ, ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് അയൺ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ രണ്ടും നമ്മളൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ, ഇതിപ്പോൾ തയ്യൽ തുമ്പ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് അടിവശം നമുക്ക് രണ്ടിൻ്റെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതിപ്പോൾ തയ്യൽ തുമ്പ് കൂടുതലായിട്ടാണ് കിടക്കുന്നത്. ആ ഒരു പീസ് ഒന്ന് തയ്യൽ തുമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് എടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മുടെ ഒരു രീതിക്കനുസരിച്ച്, നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും കേട്ടോ. ഞാനൊരു മോഡൽ എന്നുള്ള രീതിക്ക് കാണിക്കുകയാണ്. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു 2.5 ഇഞ്ച് നീളത്തിന് ഡോറി പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. 2.5 ഇഞ്ചാണ് ഞാൻ നീളം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കണ്ടല്ലോ, ഇത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിട്ടെടുക്കണം. അപ്പോൾ ഇത് ഓപ്ഷനാണ്.
ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡോറിക്ക് പകരം നമുക്ക് ചെറിയ ബീഡ്സ് വർക്ക് ചെയ്യാം, പിന്നെ നമുക്ക് പോട്ട്ലി ബട്ടൺ പോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതൊക്കെ ഇതിനകത്ത് വരുന്ന ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിക്ക് നമുക്ക് ചെറിയ ഫ്ലവർ പോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ എടുക്കുന്ന ഓരോ ടൈപ്പ് കാര്യങ്ങളും ഇതിനകത്തേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും നേരെ തിരിച്ച് ഇതേപോലെ ഒന്ന് കെട്ടിട്ടെടുക്കാനായിട്ട് അത് നൂല് നമ്മൾ ഫുള്ളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. നൂല് ഇങ്ങനെ എക്സസ് ആയിട്ട് കിടക്കാത്ത രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തേക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ സെയിം കളറ് തുണി തന്നെ നമ്മൾ ഇതുമായിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി ഒന്ന് എടുക്കണം. നമ്മൾ നോർമലി നമ്മുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കില്ലേ, അതേപോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് മടക്കി ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് അതേ ഷേപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളതൊന്ന് ചെയ്തെടുത്തേക്കണം. ഇതിപ്പം ഈ ഒരു മെത്തേഡ് ചെയ്യുവാണെങ്കിൽ ഇതിപ്പം നമ്മുടെ ആ മെയിൻ ക്ലോത്തിൻ്റെ അതേ കളർ തന്നെ ഇതെടുക്കുന്നതായിരിക്കും നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിതകത്തോട്ട് മടക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഉണ്ടല്ലോ, ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് മുകളിൽ പൈപ്പിംഗ് കൊടുത്തിട്ട് ഇപ്പോൾ പൈപ്പിംഗ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിപ്പോൾ ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് കേട്ടോ കാണിക്കുന്നത്. 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. മുകളിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതേപോലെ തന്നെ നമുക്ക് താഴത്തും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മുകളിൽ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ ഒന്ന് പൈപ്പിംഗ് ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് മുകളിലൊന്ന് പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡിസൈൻ തന്നെയായി. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 സൈഡിലും പോട്ട്ലി ബട്ടണോ അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു മെത്തേഡ് കാണിച്ച് തരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫാഷനബിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഇപ്പോൾ ട്രയാങ്കിൾ രീതിയിൽ നമുക്ക് നമ്മുടെ ചെറിയ കട്ട് പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് ഇത് കറക്റ്റ് സെൻറ്റർ കണക്കാക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിപ്പോൾ നോർമലായിട്ട് ഇതേപോലൊരു നെക്കാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ അപ്പം നമ്മളിപ്പോൾ നെക്കിന് ഇറക്കം കുറച്ച് കൂടുതലായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു നെക്ക് മതിയെങ്കിൽ ആ ഇറക്കം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ അകത്തോട്ട് നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. മടക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിൽക്കരുത്. സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ളത് നമുക്ക് അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞിട്ട് കണ്ടല്ലോ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് വെളിയിൽ കാണത്തുമില്ല. ഇത് നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു മോഡലാണ്. ഇനി ഞാൻ വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എന്താ പറയുക ഒരു വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എടുത്തിട്ട് ഇതിപ്പോൾ പാൻറ്റിൻ്റെ കളർ എടുത്തിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു നെക്ക് എടുത്തത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് നേരത്തെ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും ബീഡ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.